യേശു തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ച ഓർമ്മയ്ക്കായി ഭക്തിപൂർവ്വം കേരളത്തിലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത പെസഹ അപ്പവും പാലുമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഓരോ ജില്ലകളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ 4 കപ്പ് പച്ചരി, 2 കപ്പ് ഉഴുന്ന്, 1 കിലോയോളം ചുവന്നുള്ളി, പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, ജീരകം, ഉപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യമേ ഉഴുന്ന് നമ്മൾ സ്വർണ്ണ നിറത്തിൽ വറുത്തെടുത്ത് കരിയാതെ വറുത്തെടുത്തിട്ട് ഉഴുന്ന് കുതിർത്ത് വെക്കുക. അതുപോലെ തന്നെ പച്ചരി കുതിർത്ത ശേഷം വാരി വെള്ളം പോകാൻ വയ്ക്കുക. പിന്നെ അത് നന്നായി പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഒത്തിരി അരഞ്ഞു പോകാതെ ചെറിയ തരങ്ങ് പോലെയുള്ള രീതിയിൽ ഉഴുന്നും അരച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞ് മയവേണ്ട ആവശ്യമില്ല. പിന്നെ വെളുത്തുള്ളി, ജീരകം നന്നായി അരച്ചെടുക്കുക. തേങ്ങ അരച്ചും ചേർക്കാം, അരയ്ക്കാതെയും ചേർക്കാം, കുഴപ്പമില്ല. ഏത് രീതി വേണേലും ഫോളോ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു മെയിൻ പാർട്ട്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു പാർട്ട്, 1 കിലോയിലും കുഞ്ഞുള്ളി നന്നാക്കി എടുത്തത് ചെറുതായി വട്ടത്തിലരിഞ്ഞ് അത് എണ്ണയിൽ കറിവേപ്പില ഇട്ട് ഈ ഉള്ളി ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കുക. പിന്നീട് ഈ സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടിച്ചെടുത്ത അരി, ഉഴുന്ന്, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, അതുപോലെ നമ്മൾ വറുത്തെടുത്ത കൊച്ചുള്ളി, അതിൽ പകുതിയോളം ഈ മാവിൽ ഇട്ട് കുഴച്ചെടുത്ത് വയ്ക്കും. നാട്ടിൽ നമ്മൾ ഉരുളിയും ഓട്ടുകലും ഒക്കെ ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് ചുട്ടെടുക്കുന്നത്. ഇവിടെ ആ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ അടിയിൽ കുറച്ച് ഉള്ളിയും വറുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി വെതറി അതിൻ്റെ മുകളിൽ മാവ് പരത്തി വെച്ച് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അട പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു അപ്പത്തിൽ നമ്മൾ വാഴ്ത്തിയ കുരുത്തോല കുരിശാകൃതിയിൽ വെച്ചുണ്ടാക്കും. പിന്നെ വ്യാഴാഴ്ച വൈകുന്നേരം കുടുംബത്തിൽ കാർണിവൽ അത് കട്ട് ചെയ്ത് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച ശേഷം കഴിക്കും. അതാണ് അതിൻ്റെ ട്രഡീഷൻ. ഇതോടൊപ്പം കഴിക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ, ശർക്കര ഒക്കെ ചേർത്തിട്ട് പെസഹയുടെ പാലും ഉണ്ടാക്കുന്നതാണ്. വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ഞാനും എല്ലാ വർഷവും ഈ ട്രഡീഷൻ കീപ്പ് ചെയ്യാനായിട്ട് ഞാനും ഈ അപ്പവും പാലും ഉണ്ടാക്കാറുണ്ട്.